ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം പ്രതീക്ഷിക്കുന്നു. റെട്രോ മെയ് 1 ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമ. ആസ് എ സൂര്യ ഫാൻ അതൊന്ന് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു. സീരിയസ്ലി അതൊന്ന് പെട്ടെന്ന് ഇറങ്ങിക്കിട്ടിയാൽ മതിയായിരുന്നു. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് വിശ്വസിച്ച് കാത്തിരിക്കുന്നൊരു സിനിമയാണ് കാർത്തിക് സുബരാജ്. ആ ഒരൊറ്റ പേരിലാണ് എല്ലാം പ്രതീക്ഷയും വിശ്വാസവും ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണായിരുന്നു. ഇതെന്താ പറയുക ഇത്രയും ഇതായിട്ട് പറയുന്നത്? നമ്മളിപ്പോൾ ആരുടെ ഫാനാണെങ്കിലും ഉള്ളാരും തുറന്ന് പറയണമല്ലോ. സൂര്യടത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമ കങ്കൂവ. ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഞാനൊക്കെ ആണെങ്കിലും ഭയങ്കരമായി സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രെയിലറും പരിപാടികളൊക്കെ കണ്ടിട്ട് സൂര്യയുടെ ഭയങ്കര പെർഫോമൻസ് കാണാം, ഗംഭീര സിനിമയായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ശിവയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട, അയാൾ ഇത്തവണ കലക്കും എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷെ ഇങ്ങനെയൊക്കെ ഹൈപ്പും കയറ്റി വെച്ച് ഭയങ്കര സംഭവമായിട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പടം കാണാൻ വേണ്ടി പോയപ്പോൾ ആകെപ്പാടെ ദേഷ്യവും സങ്കടമൊക്കെ ഒരുമിച്ചിട്ട് വരികയാണ് ആക്ച്വലി ചെയ്തത്. ഇറങ്ങി ഓടാൻ വരെ തോന്നിയിട്ടുണ്ട്. പിന്നെ നിവർത്തിയില്ല, വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ കൂടി കനിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇറങ്ങി ഓടാനുള്ള ഓപ്ഷൻ ആക്ച്വലി ഉള്ളൂ. അതുകൊണ്ട് ഇറങ്ങി ഓടാൻ പറ്റിയില്ല, അത് ഇരുന്നങ്ങോട്ട് കണ്ടു. ആ സിനിമയുടെ തുടക്കത്തിൽ എങ്ങനെ അത് അവർക്ക് തന്നെ എന്താണ് സിനിമയുടെ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പൊക്കെ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കണ്ടു നോക്കുന്ന സമയത്ത് അത് ക്രിഞ്ചാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവില്ലേ എന്നാണ് ഞാൻ ആ സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. മറ്റേ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ, ആ ഇൻസ്റ്റാഗ്രാം സ്റ്റഫ്സ് ഒക്കെ അവർ പൂശി വിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ തൊലി ഉരിയായിരുന്നു. അതൊക്കെ സൂര്യ ചെയ്യുന്ന കാണുന്ന സമയത്ത് നമുക്ക് അത്ര ഇഷ്ടമാണല്ലോ. അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലേ സൂര്യ. അപ്പോൾ പുള്ളിയൊക്കെ ഇങ്ങനെ ക്രിഞ്ച് സീനുകളുടെ ഭാഗമാവുക, ക്രിഞ്ച് ഡയലോഗുകളൊക്കെ അടിക്കുന്നത് കാണേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ തൊലി ഉരിയുന്ന അവസ്ഥയായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. സങ്കടം വരികയാണ് അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത്. ദേഷ്യമൊക്കെ തോന്നി ആക്ച്വലി. ഇത് ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്, തോന്നിയ ഫീലിംഗ് ആണ് ആക്ച്വലി പറയുന്നത്. അവ അങ്ങനെ പ്രാന്ത് പിടിച്ച് പിന്നെ ആണെങ്കിൽ നിലവിളിയും പരിപാടികളൊക്കെ ആയിരുന്നു. ആ ഒരു സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അത് ആ റിവ്യൂവിൻ്റെ അകത്ത് തന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമയെ ആൾക്കാർ ഒരുപാട് ട്രോൾ ചെയ്തു, സൂര്യനെ ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്തു. ട്രോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗംഭീര ട്രോളായിരുന്നു. അപ്പോൾ അതായിരുന്നു കങ്കുവ സിനിമയുടെ അവസ്ഥ. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമയാണ് റെട്രോ. എനിക്ക് തോന്നുന്നു സൂര്യയുടെ കങ്കുവയുടെ പൊട്ടല് റെട്രോന്റെ ഹൈപ്പിനെ ബാധിച്ചിട്ടില്ല. ആളുകൾക്ക് റെട്രോയിലുള്ള ഒരു പ്രതീക്ഷയിൽ ബാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. അതെന്തായാലും നല്ല കാര്യം. കാരണം ഇവിടെ കാർത്തിക് സുബരാജിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അന്തം ഫാൻ ആവേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സൂര്യ ഫാനാണ്. പക്ഷെ റെട്രോന്റെ കേസിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വാസവും പ്രതീക്ഷയൊക്കെ അർപ്പിച്ചിരിക്കുന്നത് സൂര്യയിൽ മാത്രമൊന്നുമല്ല, കാർത്തിക് സുബരാജിലും കൂടിയിട്ടാണ്. കാർത്തിക് സുബരാജ് നമുക്കറിയാം, മറ്റേ എന്താണ് ജിഗർദണ്ഡയും ഡബിൾ എക്സലും ഒക്കെ ചെയ്ത ഒരാളാണ്. അയാളുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് മൂപ്പരുടെ പണ്ണല്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരാൾ സൂര്യനെ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിശ്വാസമാണ് റെട്രോ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് മാൻ, സൂര്യ ഇപ്പോൾ കാർത്തിക് സുബരാജിനെ പോലത്തെ ഒരു റൈറ്റർ ഡയറക്ടർ സൂര്യനെ വെച്ചൊരു സിനിമ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു വിശ്വാസവും ഇതിൻ്റെ അകത്ത് ആക്ച്വലി കിടക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് റെട്രോ ഇറങ്ങി കിട്ടിയാൽ നന്നായിരുന്നു. സന്തോഷം. അതൊരു ഗംഭീര സിനിമയാവട്ടെ, മൊത്തത്തിൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. കങ്കൂവയുടെ ഒരു ക്ഷീണവും സങ്കടവും ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു മെഡിസിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെഡിസിനായി മാറട്ടെ റെട്രോ. കാർത്തിക് സുബരാജ് നല്ല ഗംഭീര ട്രീറ്റ് ആയിരിക്കും ഇതിലൂടെ നമുക്ക് സമ്മാനിക്കാൻ പോണേന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ നല്ല ഡയറക്ടേഴ്സ്, നല്ല റൈറ്റേഴ്സ് സൂര്യനെ വെച്ച് സിനിമ എടുക്കുകയാണെങ്കിൽ ഗംഭീര പെർഫോമൻസും നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ കുറേ തുലിഞ്ഞ പിള്ളേർ സൂര്യനെ ചിലപ്പോൾ കളിയാക്കുന്നുണ്ടാവും. എന്താണ് യഥാർത്ഥത്തിലുള്ള സൂര്യ, അയാളുടെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്ക് പലർക്കും അറിയുന്നുണ്ടാവില്ല. നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായ ഒരു സങ്കടം കങ്കുവയൊക്കെ കണ്ടപ്പോൾ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സൂര്യയുടെ പീക്ക് കണ്ടിട്ടുണ്ട്, റേഞ്ച് കണ്ടിട്ടുണ്ട്, അയാളുടെ ക്ലാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. വാരണമായിരം, നന്ദ, അത്തരത്തിലുള്ള സിനിമകളൊക്കെ, അയൻ, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു സൂര്യൻ നമ്മൾ മനസ്സിൻ്റെ അകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കുന്ന ഒരു മൂല്യമുണ്ട്. അപ്പോൾ
അത്തരത്തിലുള്ള പടങ്ങളൊക്കെ ചെയ്ത ഒരാള് ഇടക്കാലത്ത് വെച്ചിട്ട് ഫെയിലിയേഴ്സ് വരുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ദുഃഖം ഉണ്ടല്ലോ, അത് കങ്കുവയും കൂടി ഇറങ്ങിയ സമയത്ത് നമുക്ക് ഭയങ്കരമായ ഒരു ദുഃഖത്തിലേക്കൊക്കെ ആക്ച്വലി എത്തി. അയ്യോ അയാളെ എങ്ങനെ ആക്കിയല്ലോ, ആ ലെവലിലേക്കാണല്ലോ പോണേ എന്നുള്ളൊരു ഇത് ആക്ച്വലി ഉണ്ടായിരുന്നു. അപ്പോൾ റെട്രോയിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ മാറണം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ചിന്തിക്കുന്നത്. സീരിയസ്ലി മാൻ, സീരിയസ്ലി റെട്രോയിൽ ആ ഒരു സങ്കടം തീർക്കും. പിന്നെ സൂര്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജയ് ഭീം നല്ല ഗംഭീര സിനിമയായിരുന്നു, സൂര്യ പോട്ടർ നല്ല ഗംഭീര സിനിമയായിരുന്നു. പക്ഷെ ഇതൊന്നും തിയേറ്ററിൽ വന്ന് ഹിറ്റായില്ലല്ലോ, OTTയിൽ വന്ന് ഹിറ്റായി പോയ കാര്യമില്ലേ. തിയേറ്റർ ഹിറ്റാണ് നമ്മൾ ആക്ച്വലി ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ തിയേറ്ററിൽ ഇറങ്ങി ഹിറ്റാവണം. പിന്നെ എതിർക്കും ദുരന്തമേനൊക്കെയാണ് അത് ഒരു ഹിറ്റായി ഉണ്ടാവും. പക്ഷെ ഞാൻ സൂര്യയുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്റ്റഫ് ഒന്നും അല്ല അത്. സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പരിപാടിയാണ്. അപ്പോൾ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് റെട്രോ ആണ്. റെട്രോ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാർത്തിക് സുബരാജ് എന്തായാലും ആ രീതിയിൽ പണ്ണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ റെട്രോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ദുഃഖമുണ്ടേ. അപ്പോൾ അതൊന്ന് വന്നു കിട്ടിയത് നന്നായിരുന്നു. ഇത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത്. എനിക്ക് തോന്നുന്നു 18-ാം തീയതി എന്തോ ട്രെയിലർ എങ്ങാണ്ടോ വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ ഏതായാലും അത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളത്. ആക്ച്വലി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഞാൻ വന്നില്ല. നമ്മുടെ ജയറാമേട്ടൻ ഉണ്ട് റെട്രോയിൽ. അപ്പോൾ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ജയറാമേട്ടനെ കണ്ട സമയത്ത് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചീത്ത വിളിക്കാനാണ് തോന്നിയത്. എന്തിനാണ് ഇതിലൊക്കെ കൊണ്ടുപോയിട്ട് തലവെക്കണേ? ഒന്നല്ലെങ്കിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം നടനല്ലേ, അവിടെ പോയിട്ട് എന്തിനാ ഇത് വെച്ച്, എന്തിനാ അവിടെ കോമാളിയാവാൻ വേണ്ടി നിൽക്കണേ? ഞാനും വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ജയറാമ മറ്റ് സംസ്ഥാനത്ത് പോയിട്ട് സിനിമ ചെയ്യുന്നതിനോട് എനിക്ക് ഒരു വിയോജിപ്പുമില്ല. കാരണം അയാൾ നല്ല നടനാണ്. മറ്റു സംസ്ഥാനത്ത് പോയിട്ട് സിനിമ ചെയ്യാന്ന് പറയുന്നത് എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. വെറുതെ വിളിച്ചിട്ട് ആരെയും അഭിനയിപ്പിക്കുന്നില്ല, കഴിവ് കണ്ടിട്ട് തന്നെ അഭിനയിപ്പിക്കത്തുള്ളൂ. ജയറാം ഒരുപാട് നല്ല ക്യാരക്ടർ റോൾസ് മറ്റു ഭാഷകളിലൊക്കെ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഗെയിം ചേഞ്ചർ കണ്ട സമയത്ത് എനിക്ക് പൊളിയാൻ കാരണം അതിൽ കോമാളി ആക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഫാക്ട് കാരണമാണ്. ഇപ്പം ഇതിൽ റെട്രോയിലേക്ക് വരുന്ന സമയത്ത് ജയറാമേട്ടനുണ്ട്, എനിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. കാരണം സന്തോഷമേ തോന്നുന്നുള്ളൂ. കാര്യം കാർത്തിക് സുബരാജ് തന്നെയാണ് അതിൻ്റെ അകത്ത് മെയിൻ റീസൺ. കാർത്തിക് സുബരാജ് വെറുതെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഒരു കോമാളിത്തരം കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് പ്ലേസ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. കാരണം അയാളുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളുടെ ഒരു കൾച്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജയറാമേട്ടന് നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും, പെർഫോം ചെയ്യാനുള്ള സാധനം ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതായത് നന്നാവട്ടെ. ജയറാമേട്ടനെയും ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്തിട്ടുണ്ട്. ഗെയിം ചേഞ്ചർ വന്ന സമയത്ത് ഭയങ്കരമായി ട്രോൾ ഏറി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ്റെ ക്ഷീണവും ഈ പറഞ്ഞ റെട്രോയിലൂടെ മാറട്ടെ എന്നാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത്. പിന്നെ കാർത്തിക് സുബരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അയാൾ പറയുന്നുണ്ട്, എന്താ പറയുക, ജയറാമേട്ടർ കൊടുത്തിരിക്കുന്ന ക്യാരക്ടറാണെന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് എന്നാണ് പുള്ളി പറയുന്നത്. അവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് ജയറാമേട്ടനെ കുറിച്ച് പറയുന്നത്? കാർത്തിക് സുബരാജൊക്കെ പറയുന്നത് ഈ ജയറാമേട്ടനൊക്കെ അടിപൊളിയാണ്, അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് എന്നുള്ള രീതിയിലൊക്കെ അവിടുത്തെ ഡയറക്ടേഴ്സൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ഇവിടെ ഒന്നും അയാൾക്ക് വലിയ, എനിക്കറിയില്ല, റൈറ്റേഴ്സൊക്കെ അയാൾ ഉപയോഗിക്കുന്നില്ല. എന്താണ്, വില കൊടുക്കുന്നുണ്ടോ? ഐഡോണ്ടോ. എന്തായാലും അവിടുത്തെ ആൾക്കാർ അയാളിനെ തലയിൽ കയറ്റി വെക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കാർത്തിക് സുബരാജ് ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം. പൊക്കി പറയുക, നല്ല വലിയ പോസിറ്റീവായിട്ട് പറയുന്നത് ജയറാമേട്ടനെ കുറിച്ചിട്ട്. പിന്നെ വടിവേലുവിനെ ആലോചിച്ചിട്ടുള്ള ഒരു റോളാണ് ഇത്ര റെട്രോൻ്റെ അകത്ത് ജയറാമേട്ടന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വടിവേലു എന്ന് പറയുമ്പോൾ കൊമേഡിയൻ എന്നുള്ള രീതിയിൽ മാത്രം ആരും കൺസിഡർ ചെയ്തിട്ട് അവിടെയും ജയറാമേട്ടനെ ചെയ്ത് വിളിക്കാൻ വേണ്ടി പോകണ്ട. വടിവേലു ആക്ച്വലി ഇപ്പോൾ കുറച്ച് മാറിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള നല്ല ഗംഭീര വേഷങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ട് പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് കാർത്തിക് സുബരാജ് പറഞ്ഞത്. വടിവേലുവിനാണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ ജയറാമേട്ടനിലേക്ക് എത്തിയതാണ്. അപ്പോൾ വടിവേലു എന്ന് പറഞ്ഞാൽ കോമഡി ഇമേജ് മാത്രമല്ല, ജയറാമേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു കോമഡി ഇമേജിൽ മാത്രമല്ല ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു പരിപാടിയും കൂടിയിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ കൂടിയിട്ടാണ് എന്നാണ് കാർത്തിക് സുബരാജ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഞാൻ ടു ബി ഫ്രാങ്ക് സൂര്യയുടെ ഒരു ഗംഭീര സാധനവും പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ജയറാമേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസും ഈ കോമാളിത്തരം എന്നുള്ളൊരു ചിത്തപ്പേര് ശങ്കറിൻ്റെ പടത്തിൽ കിട്ടിയല്ലോ, അത് ഇതിൻ്റെ അകത്ത് പുള്ളിക്ക് മാറ്റാൻ വേണ്ടി പറ്റും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു നല്ല പെർഫോമൻസും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നിയിൻ സെൽവനിലൊക്കെ ജയറാമേട്ടന് കിട്ടിയ നല്ല റോളല്ലേ, നല്ല ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നല്ല റൈറ്റേഴ്സ്, ആത്മാർത്ഥതയുള്ള ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഇവരെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വെറുതെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യില്ല. എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ഉണ്ടെങ്കിലേ പ്ലേസ് ചെയ്യുള്ളൂ, പെർഫോം ചെയ്യാനുണ്ടെങ്കിലേ പ്ലേസ് ചെയ്തുള്ളൂ. സോ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ
ജോജു ജോർജ് അതുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല, നല്ല പെർഫോമൻസ് ആണ്. ഇതിൻ്റെ അകത്തേക്കും വളരെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. എന്തായാലും ഉഷാറാവട്ടെ. സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ജയറാമിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ മറ്റേ ന്യൂസ് 24 അങ്ങനെ എന്തോ ഒരു ചാനലുണ്ട്, അതിൻ്റെ അകത്ത് ഈ റെട്രോൻ്റെ പോസ്റ്ററും ജയറാമേട്ടൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അന്യഭാഷയിൽ പോയി കോമാളി റോള് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒരുത്തനെ ഇരുന്ന് വർത്തമാനം പറയുന്ന കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല. കാരണം ശരിയാണ്, മറ്റു ഭാഷയിൽ പോയിട്ട് പുള്ളി റോളുകൾ ചെയ്യുന്നുണ്ട്. ശങ്കറിൻ്റെ പടത്തിൽ പുള്ളി കോമാളി വേഷം ചെയ്തെന്നുള്ളത് കറക്റ്റാണ്, അത് ഞാൻ യോജിക്കുന്നു. അതിനർത്ഥം ജയറാം അവിടെ മറ്റു ഭാഷയിൽ പോയിട്ട് എല്ലായിടത്തും കോമാളി ആവുകയാണ് എന്നല്ല. ഒരുപാട് നല്ല വേഷങ്ങളും പുള്ളി ചെയ്തിട്ടുണ്ട്. ശങ്കറിൻ്റെയിൽ പണിവാളി, ഇപ്പം റെട്രോയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല റോള് തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസവും പ്രതീക്ഷയ്ക്കുള്ള വകുപ്പ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ അത് ഇറങ്ങണേന് മുമ്പേ ജയറാം അവിടെ കോമാളി റോള് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു വീഡിയോ ആ ടീം ഇറക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ആക്ച്വലി ചെയ്യാൻ കാരണം. അപ്പം ഇത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും സൂര്യ കങ്കുവട ക്ഷീണം ഇതിൽ തീർക്കട്ടെ. എജാതി ട്രോളായിരുന്നു കൂക്കിൽ. സത്യമാണ്, ട്രോൾ പറഞ്ഞതിന് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഫാൻസിനെ തന്നെ കങ്കുവ കണ്ടിട്ട് സങ്കടവും വിഷമവും ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട കാര്യമുണ്ടോ? ആൾക്കാർക്ക് ട്രോളാനും ചെയ്ത് വിളിക്കാനൊക്കെ ആക്ച്വലി തോന്നും. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സൂര്യ ഒന്നും അങ്ങനെ ഉപയോഗിക്കപ്പെടേണ്ട ഒരാളല്ല, ആ ലെവലിൽ ഉപയോഗിക്കപ്പെടേണ്ട ഒരാളൊന്നുമല്ല. എനിക്കറിയില്ല, ഇനിയിപ്പോൾ ഏതായാലും റെട്രോയിലൂടെ എന്തായാലും ഉഷാറാവട്ടെ, ഇത്രേ പറയാനുള്ളൂ. ഗംഭീര സിനിമയാവട്ടെ റെട്രോ. അടിച്ച് പൊളിച്ച് കാണാൻ വേണ്ടി പറ്റുന്നൊരു സെറ്റപ്പ് ആവട്ടെ. പിന്നെ ഇതൊരു ഗാങ്സ്റ്റർ പടം അങ്ങനെയൊന്നും അല്ല. അത് ഞാനും പറയുന്നു ഈ ഒരു വീഡിയോൻ്റെ അകത്ത്. എന്താ പറയുക, അതൊരു ലവ് സ്റ്റോറിയാണ്. മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ലവ് സ്റ്റോറിയാണ്. അതിൽ ഒരുപാട് ആക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളത്. അത് തന്നെയാണ് കൂടുതൽ ഈ സിനിമയിലേക്ക് ആകർഷിക്കുകയും കൂടിയും ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും മെയ് 1 വരെ കാത്തിരിക്കാം. ഗംഭീരമാവട്ടെ. ഇതുവരെ വന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യയുടെ ഗെറ്റപ്പ് ആയിക്കോട്ടെ, എവറിത്തിങ്. പിന്നെ കാർത്തിക് സുബരാജ് മറ്റേ രജനീകാന്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. അതാണ് ഒരാൾക്ക് ഒരു നടൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ട്, റൈറ്റർ ഡയറക്ടറിന് ഒരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞിട്ട് അയാളെ എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു അറിവുണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വേണ്ട ഒരു കഴിവ് ഫിലിം മേക്കേഴ്സിന്. അത് കാർത്തിക് സുബരാജനുണ്ട് എന്നുള്ളത് പേട്ട കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ പറഞ്ഞ മെയിൻ ആക്ടേഴ്സിനെ എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇയാളുടെ സിനിമയിൽ ഏത് ആക്ടറെ കാസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിലെന്തെങ്കിലുമൊക്കെ ആക്ച്വലി ഉണ്ടാവും എന്നുള്ളതാണ്. നിമിഷ സജനെയൊക്കെ പുള്ളിയുടെ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറുതെ കാസ്റ്റ് ചെയ്തതാണോ? സാധാരണ ചില നടിമാരെയൊക്കെ ചില ഡയറക്ടേഴ്സ് വെറുതെ ഡാൻസ് കളിക്കാനും വെറുതെ നായകൻ്റെ സൈഡിൽ പിടിച്ച് നിർത്താനും ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പറയുക, നിമിഷ സജയനെ പുള്ളിക്കാരൻ ഒരു സിനിമയിൽ XXL അതിൽ ഉപയോഗിച്ചത് വെറുതെ അല്ല, നല്ല ഒരു പെർഫോമൻസിനുള്ള ഒരു ക്യാരക്ടർ കൊടുത്തു. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടും ആക്ച്വലി ഉണ്ട്. സോ നമ്മളിതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡയറക്ടറിൽ നമ്മൾ ഈ സിനിമയിലും പ്രതീക്ഷ വയ്ക്കുന്നത്. സൂര്യ ഗംഭീരമായിട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നതും ജയറാമേട്ടൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആസ് യൂഷ്വൽ ഗംഭീരമാവുമെന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ടറിലുള്ള വിശ്വാസം കൊണ്ടാണ്. ശങ്കർ പറ്റിച്ച പോലെ ഇയാളെ പറ്റിക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുന്നത് മുൻകാല കാർത്തിക് സുബരാജിൻ്റെ വർക്ക് കണ്ട് മനസ്സിലാക്കിയതിൽ നിന്നാണ്. ഏതായാലും വരട്ടെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ.